ഹായ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് ഹസ്നയ്ക്ക് നമുക്ക് 4 ലുക്കാണ് ഉണ്ടായിരുന്നത്. വളരെ നാച്ചുറൽ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് വേണമെന്നുള്ളതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ ലിപ് ബാം ആപ്ലിക്കേഷൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സ്കിൻ പ്രെപ്പിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോണർ ആപ്ലിക്കേഷൻ കൊടുത്തു, മോയ്സ്ചറൈസർ ആൻഡ് മേക്കപ്പ് ബേസ്. നമ്മൾ സ്കിൻ പ്രെപ്പിംഗ് നന്നായി ചെയ്താൽ തന്നെ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഐബ്രോസ് ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് നിക്കാഹ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലുക്കാണ് മെഹന്തി ലുക്ക്. മെഹന്തി ലുക്കിൽ നമ്മൾ ഓപ്പൺ ഹെയർ സ്റ്റൈലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഡ്രസ്സിനും ആൻഡ് ഓർണമെൻറ്റ്സ് ഫേസിനെല്ലാം സെറ്റാവുന്ന രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈൽ വേണമെന്നുള്ളതായിരുന്നു. അപ്പൊ ഇനി നമുക്ക് മെഹന്തി നൈറ്റിന്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ലുക്ക് മാരേജിന്റെയാണ്. ബ്രൈഡിന്റെ നാച്ചുറൽ ബ്യൂട്ടി ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കണ്ണുകൾക്കൊരു ബ്യൂട്ടിഫുൾ എലഗൻ ഐ മേക്കപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഐബ്രോ, ബ്ലഷ്, ഹൈലൈറ്റർ എല്ലാം വളരെ ബാലൻസ്ഡ് ആയിട്ട് കൊടുത്ത് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ എലഗൻ്റ് ആയിട്ടും ക്ലാസി ആയിട്ടുമുള്ള നമ്മുടെ ബ്രൈഡിനെ ഏറ്റവും സ്യൂട്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ബ്രൈഡൽ മേക്ക് ഓവറാണ്. ആൻഡ് ദിസ് ഇസ് അവർ ഫൈനൽ ലുക്ക്. മധുവായൊരു മന്ദാരേ നിന്നിലണഞ്ഞേ റബ്ബ് കനിഞ്ഞേ ആവോളം നീയാണേ ജന്നാത്തിലെ മെയ്യായേ മനതാരിലെ ഇശലായേ മസ്കാരയിൽ ഇഷ്കായേ അതിലെ മലിയവേ അനുമതി മതിയത്തെ നോക്കിലെ അലയായേ. ഇനി നമുക്ക് റിസപ്ഷൻ മേക്ക് ഓവർ കാണാം. അപ്പോൾ ഈ 4 ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.